BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. വിമാനത്താവളങ്ങളിൽ വെച്ച റീൽസുകളും ബ്ലോഗുകളും മറ്റും സോഷ്യൽ മീഡിയ ഉള്ളടക്കങ്ങളും ചിത്രീകരിക്കുന്നവർക്ക് ഇനി 8ന്റെ പണി കിട്ടും. വിമാനത്താവളങ്ങളിലെ സുരക്ഷാ പ്രാധാന്യമുള്ള മേഖലകളിൽ മുൻകൂർ അനുമതിയില്ലാതെ ദൃശ്യങ്ങൾ പകർത്തുന്നതിന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ കർശന വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. നാഗ്പൂർ ഉൾപ്പെടെയുള്ള രാജ്യത്തെ എല്ലാ വിമാനത്താവളങ്ങൾക്കും ഈ പുതിയ മാർഗനിർദ്ദേശം ബാധകമാണ്. വിമാനത്താവളങ്ങളിലെ അതീവ സുരക്ഷാ വിവരങ്ങൾ അബദ്ധത്തിൽ പോലും ക്യാമറകളിൽ പതിയാതിരിക്കാനും അവ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നത് തടയുന്നതിനുമാണ് ഈ നീക്കം. പുതിയ നിയമപ്രകാരം സുരക്ഷാ പരിശോധനാ കേന്ദ്രങ്ങൾ, ബോർഡിംഗ് ഗേറ്റുകൾ, റൺവേ ബസ്സുകൾ, ഏപ്രൺ, എയർക്രാഫ്റ്റ് ഹാൻഡ്ലിംഗ് സോണുകൾ, മറ്റ് നിയന്ത്രണാതീത പ്രവർത്തന മേഖലകൾ എന്നിവിടങ്ങളിൽ മുൻകൂർ അനുമതിയില്ലാതെ വീഡിയോ, ഫോട്ടോയോ എടുക്കാൻ പാടുള്ളതല്ല. യാത്രക്കിടയിൽ സോഷ്യൽ മീഡിയ കണ്ടന്റുകൾ നിർമ്മിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിലാണ് പുതിയ നടപടി. പലപ്പോഴും യാത്രക്കാർ അറിവില്ലായ്മ കൊണ്ട് പങ്കുവയ്ക്കുന്ന വീഡിയോകളിൽ വിമാനത്താവളങ്ങളിലെ സുരക്ഷാ ക്രമീകരണങ്ങളും നിരീക്ഷണ സംവിധാനങ്ങളും ദൃശ്യമാകുന്ന സുരക്ഷയെ ബാധിക്കുമെന്നാണ് അധികൃതരുടെ വിലയിരുത്തൽ. നിയമം ലംഘിക്കുന്നവരിൽ നിന്ന് വൻ തുക പിഴ ഈടാക്കാനും മൊബൈൽ ഫോണുകളും ക്യാമറകളും കണ്ടുകെട്ടാനും സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പൂർണ്ണ അധികാരമുണ്ടാകും. ഗുരുതരമായ നിയമലംഘനമാണെങ്കിൽ യാത്രക്കാരുടെ പേര് DGCAയുടെ നോ ഫ്ലൈ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്യും. ഇതോടെ കുറ്റത്തിന്റെ തീവ്രത അനുസരിച്ച് താൽക്കാലികമായോ സ്ഥിരമായോ വിമാനയാത്രാ വിലക്ക് വരെ നേരിടേണ്ടി വന്നേക്കും. ചെറിയ നിയമലംഘനമാണെങ്കിൽ എടുത്ത ദൃശ്യങ്ങൾ അപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്യാമെങ്കിലും ആവർത്തിച്ചുള്ള നിയമലംഘനങ്ങൾ എതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കും. അതേസമയം പരസ്യങ്ങൾ, സിനിമകൾ, ഡോക്യുമെന്ററികൾ അല്ലെങ്കിൽ മറ്റ് വാണിജ്യ ആവശ്യങ്ങൾക്കായി സോഷ്യൽ മീഡിയ ഉള്ളടക്കം ചിത്രീകരിക്കുന്ന വ്യക്തികളും സംഘടനകളും എയർപോർട്ട് മാനേജ്മെന്റിൽ നിന്നും ബന്ധപ്പെട്ട സുരക്ഷാ ഏജൻസികളിൽ നിന്നും ഔദ്യോഗികമായി മുൻകൂർ അനുമതി വാങ്ങിയിരിക്കണം. മതിയായ രേഖകളില്ലാതെ ഒരു തരത്തിലുള്ള ഇളവുകളും അനുവദിക്കില്ലെന്ന് വ്യക്തമാക്കിയ അധികൃതർ യാത്രക്കാർ വിമാനത്താവളങ്ങളിലെ പൊതുയിടങ്ങളിൽ വെച്ച് ഫോട്ടോ എടുക്കുമ്പോഴും നിർദ്ദേശങ്ങൾ പൂർണ്ണമായി പാലിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.